ഈ സലീം കുമാറിൻ്റെ ആദ്യത്തെ കുട്ടിയെ മഹാരാജ് കോളേജിലെ ഏതോ മിടുക്കനായിട്ടൊരു പ്രൊഫസറാണ് എഴുത്തിനിരുത്തിയത്. ആ സലീം കുമാർ പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ മകനുണ്ട് ആരോമിൽ, അവനെ ചേട്ടൻ എഴുത്തിനിരുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ല ചേട്ടാ അത് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഭയങ്കര മോശമാണ്, അപ്പോൾ ഒരിക്കലും അത് ശരിയാവില്ല എന്ന് ഞാൻ ഈ സലീം കുമാറിനോട് പറഞ്ഞു. സലീം കുമാർ പറഞ്ഞത് എനിക്ക് ചേട്ടൻ്റെ വിദ്യാഭ്യാസമല്ല വേണ്ടത്, ചേട്ടനുള്ള അല്ലാതെ ചില കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ഈ പറഞ്ഞതുപോലെ MT വാസുദേവൻ നായരെ പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ എഴുത്തിനിരുത്താൻ വേണ്ടി കുറേ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. അപ്പോൾ എനിക്ക് ആർക്കുണ്ടാവാം മനസ്സിനകത്ത് ഏതെങ്കിലും ഒരാൾ. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിട്ട് എൻ്റെ സഹോദരിമാരും ആരും എന്നെ കൊണ്ട് എഴുത്തിനിരുത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടുകാരിലുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ മുമ്പിലെങ്കിലും ഞാനും കുറച്ച് പേരെയൊക്കെ എഴുത്തിനിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിയെയും അതുപോലെ പല കുട്ടികളെയും എഴുത്തിനിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എഴുത്തിനിരുത്തുമ്പോൾ ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കുട്ടി ഞാൻ എഴുത്തിനിരുത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സലീം കുമാർ ഞാനുമായിട്ടുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുമിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആ കുട്ടി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കുട്ടി നന്നായിട്ട് പഠിച്ചാൽ, ഇപ്പം ഞാനൊരു ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുന്നു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഇല്ല, ഇപ്പം MT വാസുദേവൻ നായരുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുന്നു. അപ്പോൾ ആ കുട്ടി അസലായിട്ട് പഠിക്കുന്നു, നല്ല മിടുക്കനാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും MT വാസുദേവൻ സാറാണ് ആ കുട്ടിയെ എഴുത്തിനിരുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ മിടുക്കാന്ന് പറയും. ഞാൻ എഴുത്തിനിരുത്തി കഴിഞ്ഞിട്ട് ആ കുട്ടി പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക, പഠിക്കുന്നില്ല ഭയങ്കര കുഴപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരും ആ നാട്ടുകാരും പറയും അന്നേ അയാളെ കൊണ്ട് എഴുത്തിനിരുത്തിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഗതികേടാണെന്നുള്ളത്. ഇനി അഥവാ ആ കുട്ടി നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കനായാൽ പറയും അത് ആ കുട്ടിയുടെ മിടുക്ക്, ആ കുട്ടിയുടെ സാമർത്ഥ്യം, അല്ലാണ്ട് അയാളുടെ വലുതാണോ?